നമ്മുടെ ചുറ്റുപാടിൽ പ്രയാസം അനുഭവിക്കുന്ന സാധാരണ മനുഷ്യരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താനുള്ള പ്രവർത്തനങ്ങൾക്കാണ് പൊതുപ്രവർത്തകരും ജീവകാരുണ്യ സംഘടനകളും മുന്നിട്ടിറങ്ങേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പട്ടാമ്പി നിയോജകമണ്ഡലത്തിലെ 25 പേർക്ക് ജീവകാരുണ്യ സംഘടനയായ ചർക്ക നൽകുന്ന ഇലക്ട്രിക് വീൽചെയറുകൾ സമ്മാനിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇത് ഇയാളുടെ വീട്ടിലെ കാര്യം, എൻ്റെ വീട്ടിലല്ലല്ലോ എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷെ നമ്മുടെ ഉള്ളിൽ ആർദ്രതയുടെ നനവുള്ള ഒരാളുടെ സങ്കടം കണ്ടാൽ അത് ആരുടെയോ വീട്ടിലെ പ്രശ്നമാണെന്ന് കാണാൻ പറ്റില്ല. അത് നമ്മുടെ പ്രശ്നമായി നമുക്ക് മാറും. അപ്പോഴാണ് നമ്മൾ നല്ല പൊതുപ്രവർത്തകരാകുന്നത്, നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരാകുന്നത്, നമ്മൾ സാമൂഹ്യ പ്രവർത്തകരാകുന്നത്, നമ്മൾ ജീവകാരുണ്യ പ്രവർത്തകരാകുന്നത്. ബാക്കിയുള്ള ഒരാളുടെ സങ്കടം കണ്ടാൽ അതെങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് നമ്മൾ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചിന്തിക്കുകയും അതിൻ്റെ പരിഹാരം ഉണ്ടാകുന്നത് വരെ നമ്മുടെ ഉള്ളിലുള്ള ഒരു നീറ്റലും നമ്മുടെ ഉള്ളിലുള്ള ഒരു സങ്കടവും നമ്മുടെ ഉള്ളിലുള്ള ഒരു ഉത്കണ്ഠയുമാണ് നമ്മളെ അക്ഷരാർത്ഥത്തിൽ മനുഷ്യരാക്കി മാറ്റുന്നത്. അങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് ഉള്ളിൽ വേവലുള്ള കുറെ ചെറുപ്പക്കാരുടെ സംഘടനയാണ് ചർക്ക. റിയാസിന്റെ നേതൃത്വത്തിൽ അത് വളരെ ചെറിയ തോതിൽ പ്രവർത്തിച്ച് നല്ല രീതിയിലായി മാറി. ഇതെല്ലാം കൊടുക്കുന്ന ഒരു സന്ദേശം കൂടിയുണ്ട്. സമൂഹത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഒരു സങ്കടം കണ്ടാൽ അത് മറ്റൊരാളുടെ പ്രശ്നമായി കാണാതെ നമ്മുടെ പ്രശ്നമായി കാണണം. ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാളെ സഹായിക്കാൻ ആർദ്രതയുള്ള ഒരു മനസ്സുണ്ടാവുമ്പോഴാണ് ഒരാൾക്ക് നല്ലൊരു പൊതുപ്രവർത്തകനും നല്ലൊരു ജീവകാരുണ്യ പ്രവർത്തകനും ആകാൻ കഴിയുന്നതെന്നും ചർക്കയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. നമുക്കെല്ലാം എന്ത് ചെയ്യാൻ കഴിയും? വാക്കുകൊണ്ട്, നോക്കുകൊണ്ട്, തലോടൽ കൊണ്ട്, സാന്ത്വനം കൊണ്ട്, സ്നേഹം കൊണ്ട്, അന്വേഷണം കൊണ്ട് ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയും. നമ്മൾ എല്ലാവരും വിചാരിച്ചാൽ ഒരു കാര്യം ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചിറങ്ങിയ, കുറെ ആളുകളെ സഹായിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചിറങ്ങിയാൽ നമുക്ക് സഹായിക്കാൻ പറ്റും എന്നാണ് എൻ്റെ അനുഭവം എന്നെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ നിശ്ചയദാർഢ്യമാണ്, നമ്മുടെ ലക്ഷ്യബോധമാണ്, നമ്മൾ ആ കാര്യത്തിൽ ചെയ്യുന്ന സുതാര്യതയാണ്. അത് തീർച്ചയായും ഉണ്ടാകും. ഞാൻ എല്ലാവരോടും പറയും, ഒരാൾ 1000 രൂപ ഒരാളെ സഹായിക്കാൻ തന്നാൽ ആ 1000 രൂപയും ഈ ആളുടെ കയ്യിൽ എത്തും എന്ന് നമ്മൾ ഈ 1000 രൂപ തരുന്ന ആൾക്ക് ഉറപ്പുവരുത്തി കൊടുക്കണം. ചടങ്ങിൽ ചർക്ക ചെയർമാൻ റിയാസ് മുക്കോളി അധ്യക്ഷത വഹിച്ചു. നജീബ് കാന്തപുരം MLA, മുൻ MLA CP മുഹമ്മദ്, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CAMA കരീം, KPCC അംഗം C സംഗീത, കമ്മുക്കുട്ടി എടത്തോൾ, PK ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് രാമദാസ്, M രാധാകൃഷ്ണൻ, ജിതേഷ് മൂഴിക്കുന്നം, KP ബാപ്പുട്ടി, KR നാരായണസ്വാമി, PP റഷീദ് തങ്ങൾ, ജയശങ്കർ കൊട്ടാരത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന 25 പേർക്ക് ഇലക്ട്രിക് വീൽചെയറുകളും 10 പേർക്ക് വീൽചെയറുകളുമാണ് ചർക്ക നൽകിയത്. കഴിഞ്ഞ മാസം ആമയൂരിൽ വെച്ച് സ്നേഹകാര്യം എന്ന സംഗീത പരിപാടിയിലൂടെയും വ്യക്തികളിൽ നിന്നും സംഭാവന സ്വരൂപിച്ചുമാണ് വീൽചെയറുകൾ നൽകാൻ പണം സംഘടന കണ്ടെത്തിയത്. പാർട്ടി വഴിയും സംഘടന, വ്യക്തികൾ, സമൂഹമാധ്യമങ്ങൾ എന്നിവ വഴിയുമാണ് വീൽചെയർ നൽകാനുള്ള വ്യക്തികളെ കണ്ടെത്തിയത്. പാലക്കാട്, എറണാകുളം, മലപ്പുറം ജില്ലകളിലായി നേരത്തെ സംഘടന 39 വീൽചെയറുകൾ നൽകിയിട്ടുണ്ട്. വിവിധ ജില്ലകളിലായി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സാംസ്കാരിക ഇടപെടലുകൾക്കും ചർക്ക നേതൃത്വം നൽകി വരുന്നു. ഇമ്മാനുവൽ സിൽക്ക് സ്റ്റോർ റൂമുകളിൽ വിഷു ഈസ്റ്റർ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റ്. ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ. ഇമ്മാനുവൽ സിൽക്സ്, M സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി.